ഹായ് ഫ്രണ്ട്സ്, എന്നോട് ഒരുപാട് പേരായി ഡ്രോയിങ് ട്യൂട്ടോറിയൽ തുടങ്ങാൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ് കേട്ടോ. അതിൽ ഒരു ബിഗിനറിന് ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള സ്കെച്ച് ബുക്കാണ്. അപ്പോൾ ഇത് A5 സൈസിലുള്ള ഡോംസിൻ്റെ സ്കെച്ചിങ് ബുക്കാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് A4 സൈസുള്ള സ്കെച്ചോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്കെച്ച് ബുക്കാണ്. സോ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബുക്കാണ് ഇത് രണ്ടും കേട്ടോ. ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിലയുള്ള ബുക്കൊന്നും ഫസ്റ്റേ വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റിയൊരു വാട്ടർ കളറാണിത്. ഡോംസിൻ്റെ വാട്ടർ കളർ ട്യൂബ്സ് ആണ് കേട്ടോ. ഇതിൽ 12 ഷെയ്ഡ്സാണ് വരുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കളറാണ്. ഓൾസോ ഇത് തന്നെ ഡോംസിൻ്റെ തന്നെ ബ്രഷസ് ആണ്. നമ്മൾ വാട്ടർ കളറിന് യൂസ് ചെയ്യുന്നത് എപ്പോഴും റൗണ്ട് ബ്രഷസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് സെൻഡങ്കിൾ പാറ്റേൺസ് ഒക്കെ വരയ്ക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന പെന്നും പിന്നെ CD മാർക്കറുമാണ് കേട്ടോ. അത് ലൈൻസൊക്കെ വരയ്ക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്കെച്ച് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. അപ്പോൾ അതിൽ ആൽക്കഹോൾ മാർക്കേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 48 ഷെയ്ഡ്സ് വരുന്നൊരു ബോക്സാണ് കേട്ടോ. ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ 2 ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് കുറച്ച് വീതിയുള്ളതും ഒരു സൈഡ് വീതി കുറഞ്ഞതുമായിട്ടുള്ള സ്ട്രോക്സാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് ബിഗിനേഴ്സിന്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന പെൻസിൽസ്. അപ്പോൾ ഇത് ആർട്ട് ലൈൻ്റെ ഷെയ്ഡിങ് പെൻസിൽസ് ആട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് നമ്മൾ HB, 2B, 6B ആൻഡ് 10B ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഷെയ്ഡ്സ് മാത്രം മതി. ഓക്കെ, പിന്നെ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഇങ്ങനത്തെ ബ്ലെൻഡിങ് പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇറേസ് ചെയ്യാൻ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് സാധാരണ നോർമൽ ഇറേസർ യൂസ് ചെയ്യാം, അതേപോലെ ഒരു ഷാർപ്പനറും. പിന്നെ അത് കൂടാതെ നമ്മൾ ചെറിയ ചെറിയ സ്പോട്ട്സിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാനും ഇറേസ് ചെയ്യാനും ഇങ്ങനെയുള്ള നീഡബിൾ ഇറേസറാണ് കേട്ടോ നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് പല ഷേപ്പിലേക്കും മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതിൽ ഇനി ഷെയ്ഡിങ്ങും ബാക്കി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.